ദിലീപ് അന്ന് സല്ലാപം എന്ന് പറയുന്ന സിനിമ, അതായത് അതുവരെ ദിലീപ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് വന്ന് സല്ലാപത്തിൽ നായകതുല്യമായൊരു വേഷം ചെയ്യുകയാണ്. സല്ലാപത്തിൻ്റെ ലൊക്കേഷനിൽ ഇവർ ഷൊർണൂർ പോകുന്നു, കൺട്രോളറുകാർ പോകുന്നു, സംസാരിക്കുന്നു. കേട്ടപ്പോൾ തന്നെ ദിലീപ് പറഞ്ഞത്, ഇവർക്കൊരു സംശയമുണ്ട്, അങ്ങനെ ദിലീപ് ഇപ്പോൾ നായകനെ കേട്ടാണല്ലോ അഭിനയിക്കുന്നത്, അപ്പോൾ ഇതിൽ ജയറാമിൻ്റെ ഡ്രൈവറായിട്ടാണ് നമുക്കറിയാം. എനിക്കൊന്ന് ഗോപാലകൃഷ്ണനോ കൃഷ്ണൻകുട്ടി, ഞാൻ മറന്നുപോയി, അങ്ങനെ എന്തോ ഒരു കഥാപാത്രമാണ് അതിൽ ദിലീപിൻ്റെ. അപ്പോൾ നാരായണൻകുട്ടി എന്നാണെന്ന് പറഞ്ഞു, നാരായണൻകുട്ടി. എന്നിട്ട് അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ദിലീപ് പറഞ്ഞു, എനിക്ക് രാജസേനൻ ജയറാം കൂട്ടുകെട്ടിൽ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് നോക്കണം, എൻ്റെ ഒരു ആഗ്രഹം, ഡ്രീമാണത്, ഞാൻ അഭിനയിച്ചിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ നായകനായിട്ട് എനിക്കൊന്നൊരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ റെമ്യൂണറേഷൻ്റെ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, പൈസയും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതി. എന്നിട്ട് അന്ന് മറ്റേ നടന് ഇവർ ചോദിച്ചത്, അല്ലെങ്കിൽ ആ നടന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും വളരെ കുറവാണെന്ന് ദിലീപിന് കൊടുത്തത്. അപ്പോൾ ആ നടൻ അന്ന് ദിലീപിനേക്കാളും താരമൂല്യം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കണം. എന്നിട്ട് ദിലീപ് വന്നു, നമുക്കറിയാം നാരായണൻകുട്ടി, അതിൽ എനിക്ക് തോന്നുന്നു ഒരു പട്ടി ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു സീനിൽ ഞാൻ ഈ വീട്ടിലെ കുട്ടിയാടാ നാരായണൻകുട്ടി എന്നൊക്കെ പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ദിലീപ് ഇളക്കി ചെയ്ത്, അതായത് ദിലീപിൻ്റെ ഒരു ഹ്യൂമർ സെൻസ് ഒക്കെയാണ് അന്ന് ജയറാമിൻ്റെ കൂടെയൊക്കെ തകർത്ത് അഭിനയിച്ചതാണ്. ആ സിനിമ അന്ന് 96 വിഷുവിന് സല്ലാപവും ഈ പറയുന്ന ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയുണ്ട്, ഒപ്പം ഈ പറയുന്ന സ്വപ്നത്തോൽ ബാലഭാസ്കരനുണ്ട്, കുറേ സിനിമകൾ അന്ന് വിഷു സീസണിലുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ 2 സിനിമകൾ അന്ന് വന്നു. പിന്നീട് നമുക്കറിയാം സല്ലാപം ഇറങ്ങി, പിന്നെ അത് കഴിഞ്ഞിട്ടും ദിലീപ് തൂവൽ കൊട്ടാരത്തിൽ ജയറാമിൻ്റെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ദിലീപിൻ്റെ ഒരു സെൻസിനെ കുറിച്ച് എനിക്ക് ഈ ഒരു വാർത്ത അന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ദിലീപ് അപ്പോൾ എന്തൊരു വിഷൻ ഉണ്ടായിരുന്നു. കാരണം ദിലീപിന് ഇന്ന് നമുക്കറിയാം, ചിലപ്പോൾ എത്ര നടന്മാരെ അങ്ങനെ ഒരു നായകനായി കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡ് റോളുകളൊക്കെ ചെയ്യാൻ വളരെ അപൂർവ നടന്മാരെ അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷേ ദിലീപ് അന്ന് ജയറാമിൻ്റെ ഡ്രൈവർ, ഇപ്പുറത്തെ നായകനായിട്ട് സല്ലാപം കഴിഞ്ഞാൽ ദിലീപിന് അറിയാം സല്ലാപം ഹിറ്റാവും, ഞാൻ വീണ്ടും ഞാൻ നായകനായിട്ട് എനിക്കൊരു ഗ്രോത്ത് വരും. അപ്പോഴും പക്ഷേ പോയിട്ട് ഒരു ഇമേജ് ഒന്നും നോക്കാതെ ജയറാമിൻ്റെ ഡ്രൈവറുടെ വേഷം ചെയ്തു എന്നുള്ളതാണ്.